ഹായ് മക്കളെ, സ്കൂൾ ഗോയിങ് ആയിട്ടുള്ള നീറ്റ് ആസ്പിരൻസ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. നീറ്റ് ജെഇ രണ്ടാൾക്കും ഓക്കെ, നിങ്ങൾക്ക് എങ്ങനെ ഇത് രണ്ടും മാനേജ് ചെയ്യും? അതായത് ഇപ്പോൾ സ്കൂളൊക്കെ സ്റ്റാർട്ട് ചെയ്തു, നിങ്ങൾ ഒരുവിധം സെറ്റായി സ്കൂളിന്റെ ഒരു റൂട്ടീനുമായിട്ട്. പക്ഷെ ഒരുപാട് പേർക്ക് സ്കൂൾ കഴിഞ്ഞ് വന്ന് വൈകിട്ട് ക്ലാസ് എങ്ങനെ കാണണം, അതിനുശേഷം എങ്ങനെ പഠിക്കണം, സ്റ്റഡി മെറ്റീരിയൽ വെച്ച് എങ്ങനെ പഠിക്കണം, സ്കൂൾ വർക്കും ഈ എന്താ പറയുക നീറ്റ് ക്ലാസ്സസും അല്ലെങ്കിൽ ജെഇ ക്ലാസ്സും ഒക്കെ ഞാൻ എങ്ങനെ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ള ഭയങ്കര കൺഫ്യൂഷനിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കൃത്യമായ ഷെഡ്യൂൾഡ് പ്ലാൻ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്കൂൾ ടൈമിങ്ങും നിങ്ങളുടെ ഓരോരുത്തരുടെയും ട്രാവൽ ടൈമിങ്ങും ഡിഫറെൻ്റ് ആണ് അല്ലേ? അതേപോലെ നിങ്ങൾ ഓരോരുത്തരും ഓരോ ടോപ്പിക്സ് പഠിക്കാൻ എടുക്കുന്ന സമയവും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ മക്കൾക്ക് എനിക്ക് പറഞ്ഞുതരാൻ പറ്റുന്ന ഒരു കോമൺ ഫോമാറ്റ് പറഞ്ഞുതരാം. അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഷെഡ്യൂളിനെ എങ്ങനെ വേണമെങ്കിലും മാറ്റാം. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ. അതായത് നിങ്ങളിപ്പോൾ സ്കൂൾ ടൈം നിങ്ങൾക്കൊരു മോർണിംഗ് 9 to ഈവനിങ് 5 ആണെന്ന് വിചാരിക്കുക. 9 to 5 നിങ്ങളുടെ സ്കൂൾ ടൈമാണ്. ആ ടൈമിൽ എന്താണെങ്കിലും നമുക്ക് നീറ്റിൻ്റെയോ ജെഇയുടെയോ കാര്യങ്ങളൊന്നും നോക്കാൻ പറ്റില്ല. അപ്പം നിങ്ങൾ സ്കൂൾ വർക്കിൽ ഇൻവോൾവ് ആയിരിക്കും. പക്ഷേ എസ്പെഷ്യലി നിങ്ങൾ സയൻസ് സ്റ്റുഡൻസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് പ്രാക്ടിക്കൽസ് ഉണ്ടാവും. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, സ്കൂൾ വർക്ക് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ റെക്കോർഡ് വർക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹോം വർക്കോ അസൈൻമെൻറ്റ്സോ പ്രൊജക്ട് വർക്ക്സോ എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യാനുണ്ടെങ്കിൽ സ്കൂൾ ടൈമിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്കൊരു ഫ്രീ അവർ കിട്ടുകയാണെങ്കിൽ അത് സ്കൂൾ വർക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. ആ സമയത്ത് അതായത് നമുക്കായിട്ടൊരു ബോധം ഉണ്ടാവണം. നമ്മുടെ ഗോൾ എന്താണ്? നമുക്ക് എൻഡ് ഓഫ് ദി ഡേ നമുക്ക് നീറ്റ് എക്സാമും ജെഇ എക്സാമും ഒക്കെ നല്ല മാർക്കോടെ ക്ലിയർ ചെയ്യണം നമുക്ക് ആഗ്രഹമുണ്ട്. അപ്പം നമുക്ക് എല്ലാവരുടെയും കൂടെ സംസാരിച്ച് എല്ലാവരും പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ അവരുടെ കൂടെ പോകാനുള്ള ടൈം നമുക്കില്ല. അപ്പം നമ്മൾ ഏറ്റവും എഫക്റ്റീവായിട്ട് നമ്മുടെ ടൈമിനെ യൂട്ടിലൈസ് ചെയ്യണം. ഓഫ് കോഴ്സ് നമ്മൾ സ്കൂൾ എൻജോയ് ചെയ്യണം, ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ നമ്മൾ ചില്ല് ചെയ്യണം. പക്ഷെ എല്ലാത്തിനും ഒരു ലിമിറ്റ് വെക്കുക. എവറിത്തിങ് ഇൻ ലിമിറ്റ്സ്, എവറിത്തിങ് കൺട്രോൾഡ്. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ മക്കൾ നന്നായിട്ട് ടൈം മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്കൂളിൽ എന്തെങ്കിലും വർക്ക് വരികയാണെങ്കിൽ ഇപ്പം ഫ്രണ്ട്സ് പറയണ എടാ നമുക്ക് കുറച്ചിത് സംസാരിക്കാം, വർത്താനം പറയണം, അങ്ങനെ ചില്ല് ചെയ്യാന്നൊക്കെ പറയുകയാണെങ്കിൽ ഓക്കെ സംസാരിച്ചോളൂ. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ റെക്കോർഡ് വർക്ക് ആ സമയത്ത് ചെയ്യുക. അത് ചെയ്യുന്ന സമയത്ത് സോ ദാറ്റ് രണ്ട് കാര്യങ്ങളും നടക്കും. ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരിക്കാനും പറ്റുന്നുണ്ട്, നമ്മുടെ വർക്ക് നടക്കുന്നുണ്ട്. അപ്പം റെക്കോർഡ് വർക്ക്സ് ഒരുപാട് നിങ്ങളുടെ എന്താ പറയുക, ഇപ്പോൾ ഡ്രോയിങ് ഒക്കെ ആണെങ്കിൽ ഒരുപാട് നിങ്ങളുടെ മൈൻഡ് അങ്ങനെ അതിൽ ഒരുപാട് ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് ഇപ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്നത് പോലെയോ ക്ലാസ് കാണുന്നത് പോലെയോ അല്ലല്ലോ നിങ്ങൾ റെക്കോർഡ് എഴുതുന്നതും അല്ലെങ്കിൽ എന്തെങ്കിലും അസൈൻമെൻറ്റിനായിട്ട് പ്രിപ്പയർ ചെയ്യുന്നതും പിന്നെ എന്തെങ്കിലും ഗ്രൂപ്പ് വർക്ക് ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഗ്രൂപ്പ് പ്രൊജക്റ്റ് ഒക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ അത് സ്കൂൾ അവറിന് ശേഷം നിങ്ങൾ പോയി ഇരുന്ന് ചെയ്യുന്നതിന് മറിച്ച് ചെയ്യുന്നതല്ലാതെ നിങ്ങളൊരു വീക്കെൻഡിൽ ഏതെങ്കിലും ഒരു ഡേറ്റ് ഡിസൈഡ് ചെയ്തിട്ട് ഒരു ദിവസം അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാം. അപ്പം ആ ദിവസത്തെ ക്ലാസ്സസ് നമ്മൾ മിസ്സാകുന്ന ക്ലാസ് നമുക്ക് എന്താ പറയുക കോപ്പ് അപ്പ് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ ലൈവ് ക്ലാസ് നിങ്ങൾ മിസ്സാക്കുന്നത് കോപ്പ് അപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്കൂൾ വർക്കിന് വേണ്ടിയിട്ട് നിങ്ങൾ ഡിസൈഡ് ചെയ്യുന്ന ഒരു ദിവസം, ഇപ്പോൾ ഗ്രൂപ്പ് പ്രോജക്റ്റ് ഒക്കെ ആണെങ്കിൽ ഒരു ഡേറ്റ് പറഞ്ഞിട്ട് ആ ഒരു വീക്കെൻഡിലെ ഒരു ദിവസം ഫുൾ അതിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സസ് ഒരുപാട് അങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്കൂൾ വർക്ക് എന്തെങ്കിലും ഉള്ളത് മാക്സിമം സ്കൂൾ ടൈമിൽ ഫ്രീ ടൈം കിട്ടുകയാണെങ്കിൽ അപ്പോൾ തന്നെ ചെയ്യാൻ നോക്കുക. സ്കൂൾ കഴിഞ്ഞ് നിങ്ങൾ വീട്ടിൽ വരുന്നു, നിങ്ങൾ ഇപ്പോൾ ഒരു 6 o'clock ഒക്കെ 5:30 6 ആകുമ്പോഴേക്ക് വീട്ടിലെത്തിയെന്ന് വിചാരിക്കുക. നിങ്ങൾ കുറച്ച് സമയം റിലാക്സ് ചെയ്യണം അല്ലേ, ചായയൊക്കെ കുടിച്ച് ഒന്ന് റിലാക്സ് ചെയ്യണം. അതിനുശേഷം നിങ്ങളുടെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യും. ചില ക്ലാസ്സസ് നിങ്ങൾക്ക് 6:30 സ്റ്റാർട്ട് ചെയ്യും, ചിലത് 5 സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. ചിലർ പറയും മിസ്സസ് സ്കൂളിൽ നിന്ന് എത്തിയതേ ഉള്ളൂ. അത് കുഴപ്പമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാസ്സിൻ്റെ ഒരു ഫസ്റ്റ് പാർട്ടൊക്കെ നിങ്ങൾക്ക് മിസ്സായിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അത് കാണാലോ, റിവൈൻഡ് ചെയ്ത് കാണാലോ, ആ വീഡിയോ അവിടെ തന്നെ ഉണ്ടാവും. ഓക്കെ, അപ്പം മാക്സിമം മക്കൾ നിങ്ങൾ സ്കൂളിൽ നിന്ന് നേരത്തെ തന്നെ എത്താൻ നോക്കുക. ആൻഡ് മാക്സിമം നിങ്ങൾ ലൈവ് ക്ലാസ് തന്നെ അറ്റൻഡ് ചെയ്യുക. ഇപ്പം സ്കൂൾ ബസ്സിലൊക്കെ വരുന്നവർക്കാണെങ്കിൽ നിങ്ങൾക്ക് ഫോണും ഇയർഫോൺസും ഉണ്ടെങ്കിൽ ക്ലാസ് കണ്ടു തുടങ്ങാം. എന്നിട്ട് വീട്ടിൽ വന്നൊന്ന് ഫ്രഷ് ആയിട്ട് ഇരുന്ന് ബാക്കി കാര്യങ്ങൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ മാക്സിമം നിങ്ങൾ ലൈവ് ക്ലാസ് തന്നെ കാണാൻ നോക്കുക. കാരണം ലൈവ് ക്ലാസ്സസിൽ നിങ്ങൾക്ക് ആക്റ്റീവ് ഡൗട്ട് ക്ലിയറൻസ് ഉണ്ട്. പഠിക്കുമ്പോൾ തോന്നുന്ന ഡൗട്ട്സ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ടീച്ചേഴ്സിനോട് ചോദിക്കാം, ക്ലാസ്സിൽ തന്നെ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് പോവാം. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ഫീലിംഗ് കിട്ടും. അതായത് നമ്മുടെ മൈൻഡിന് റിലാക്സ്ഡ് ആയിരിക്കും. ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടല്ലോ, ഞാൻ ക്ലാസ് കാണുന്നുണ്ടല്ലോ എന്നുള്ളൊരു ഗുഡ് ഫീലിംഗ് നമുക്ക് കിട്ടും. നമ്മൾ പ്രൊഡക്റ്റീവ് ആണല്ലോ എന്ന് നമുക്ക് തന്നെ തോന്നും. ഓക്കെ, അപ്പം നമ്മളിപ്പം 2 ക്ലാസ് whatever 1 or 2 ക്ലാസ്സസ് ഇഫ് യു ഹാവ്, ആ ക്ലാസ് നമ്മൾ ഫിനിഷ് ചെയ്യുന്നു. ബൈ 9:30 സംതിങ് നമ്മുടെ ക്ലാസ്സസ് കഴിയും. പിന്നെ നമ്മൾ ഡിന്നർ കഴിക്കും. ഡിന്നർ കഴിച്ചിട്ട് നമ്മളൊരു 1/2 an hour റിലാക്സ് ചെയ്യും. അത് കഴിഞ്ഞിട്ടുള്ള സമയം, അതായത് നിങ്ങളുടെ ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു 2 hour സ്ലോട്ട് മക്കൾ ഇടുക. അതായത് ഇപ്പം ഒരു 10 to 12 വേണ്ട, 10 to 1.5 hour സ്ലോട്ട് ആണെങ്കിലും മതി. 9:30 മുതൽ ഇരിക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലത്. ഡിന്നർ കഴിച്ചൊന്ന് ഫ്രീ ആയിട്ട് ഒരു 9:30 to 11:30 ആണ് ഐഡിയൽ ടൈം. ആ ടൈമിൽ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ നമ്മുടെ അന്നത്തെ നീറ്റ് ക്ലാസ്സിൽ ലൈവ് ക്ലാസ്സിൽ നമ്മൾ എന്താണോ പഠിച്ചത് ആ ടോപ്പിക്സിൻ്റെ എക്സസൈസസ് നമ്മൾ നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസിൽ വെച്ചിട്ട് ചെയ്തു നോക്കും. ഇത്ര മാത്രം മക്കൾ ചെയ്താൽ മതി. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മൾ ആദ്യം ലൈവ് ക്ലാസ് തന്നെ മാക്സിമം കണ്ടു.
കണ്ട ക്ലാസ്സസിന്റെ അന്നത്തെ ലൈവ് ക്ലാസ്സിൽ നമ്മൾ എന്താണോ പഠിച്ചത് അതിന് നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ എക്സസൈസസ് ഉണ്ട്, 4 എക്സസൈസസ് ഉണ്ട്. ആ എക്സസൈസിൽ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യനുകൾ നമ്മൾ ചെയ്തു നോക്കും. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മളൊരു ടൈമർ വെക്കും. ഇപ്പം 45 ക്വസ്റ്റ്യൻ്റെ ഒരു സെറ്റാണ് എടുക്കുന്നതെന്ന് വിചാരിക്കുക. ആ ക്വസ്റ്റ്യൻ ഇപ്പോൾ ഫിസിക്സിൻ്റെ 45, കെമിസ്ട്രിയുടെ 45, ഏത് സബ്ജക്റ്റ് ആണോ അന്ന് പഠിച്ചത് അതിൻ്റെ ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഒരു സ്റ്റഡീസ് തൊട്ട് നമുക്ക് അങ്ങനെ എടുക്കാം. ആദ്യത്തെ ഒരു 1 hour, ഓക്കെ, 9:30 to 11:30 എന്നുള്ളൊരു സമയമാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ആദ്യത്തെ ഒരു 1 hour നമ്മൾ ഈ അന്നത്തെ ക്ലാസ്സിൽ കണ്ട ടോപ്പിക്സിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കും. ഓക്കെ, അതിനുശേഷം നെക്സ്റ്റ് 1 hour നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഏതെങ്കിലും ഒക്കെ നമുക്ക് പെൻഡിങ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പം ബയോളജിയിൽ ഞാൻ ഇന്ന ചാപ്റ്റർ പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ ഇന്ന ഇത് മിസ്സായി പോയി ആണ് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഏറ്റവും അധികം ബോദർ ചെയ്യുന്നത് ഏത് ടൈറ്റിലാണോ, അതായത് നിങ്ങൾ ഉറങ്ങാൻ പോകുമ്പോൾ നിങ്ങൾ ആലോചിക്കുന്നത് ഏതാണോ എനിക്ക് പെൻഡിങ് ആയിട്ടുള്ളത്, നിങ്ങൾ ഏറ്റവും കൂടുതൽ ബോദർ ചെയ്യുന്നത് ചാപ്റ്റർ ഏതാണോ അതെടുത്ത് വെച്ച് പഠിക്കുക. അപ്പോൾ അതിൻ്റെ വീഡിയോസ് കാണാം. പേൾ വീഡിയോസ് നമ്മുടെ ആപ്പിലുണ്ട്. റെക്കോർഡഡ് വീഡിയോസ് കണ്ട് നിങ്ങൾക്ക് ടോപ്പിക്ക് മനസ്സിലാക്കാം. അതിന് തന്നെ ലൈവ് ക്ലാസ്സസ് കാണാൻ പറ്റില്ലെങ്കിൽ ആ വീഡിയോയും ആപ്പിലുണ്ടാവും. ഏതാണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ അത് കാണുക. അപ്പം നിങ്ങൾ പറയും മിസ് വീഡിയോ കാണാൻ ഒരുപാട് സമയം വേണം. ഒരു ചാപ്റ്ററിൻ്റെ ഫുൾ വീഡിയോ ഒറ്റയടിക്ക് കണ്ടു തീർക്കണം എന്നല്ല മിസ് പറയുന്നത്. ഓരോ ചാപ്റ്ററിലും നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ചില ഭാഗങ്ങളുണ്ട്. അത് ടീച്ചേഴ്സ് പഠിക്കുമ്പോൾ തന്നെ പറയും ഇതാണ് ഇതിലെ ഇമ്പോർട്ടൻറ്റ് പാർട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ടഫായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാത്തൊരു ഭാഗം ഏതാണോ അതെടുത്ത് വെച്ച് കാണുക. അതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ ക്ലാസ്സസ് ലൈവ് ക്ലാസ് കഴിഞ്ഞു, നമ്മൾ സ്കൂളിൽ നിന്ന് വന്നു, നമ്മളൊന്ന് റിലാക്സ് ചെയ്തു, ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്തു. ലൈവ് ക്ലാസ് കഴിഞ്ഞ് നമ്മൾ ഡിന്നർ കഴിച്ചൊരു നടന്ന് ഒന്ന് റെസ്റ്റ് ചെയ്തു. അതിനുശേഷം ഒരു 9:30 to 11:30 സ്ലോട്ടിൽ നമ്മൾ നമ്മുടെ നീറ്റ് പ്രിപ്പറേഷന് വേണ്ടി എക്സ്ക്ലൂസീവ്ലി ഡെഡിക്കേറ്റ് ചെയ്യാണ്. അവിടെ നമ്മൾ എക്സസൈസ് ചെയ്ത് നോക്കുന്നു, ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുന്നു, ടൈമർ വെച്ചിട്ട് ഒരു 45 minutes ടൈമർ വെച്ചിട്ട് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുന്നു. കാരണം നീറ്റ് എക്സാമിൽ നമുക്ക് ടൈം വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻ ചെയ്യുക അല്ലേ. കാരണം 3 മണിക്കൂറിൻ്റെ എക്സാമാണ്. ഓരോന്നിനും നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ സബ്ജക്റ്റിൽ നിന്നും 45 ക്വസ്റ്റ്യൻ വെച്ചിട്ട് വരും. MCQ ടൈപ്പാണ്. അതേപോലെ നിങ്ങൾ അതിൽ ആൻസർ മാർക്ക് ചെയ്യുന്നത് OMR ഷീറ്റിലാണ്. അപ്പം OMR ഷീറ്റിൻ്റെ കുറേ കോപ്പീസ് എടുത്ത് നമുക്ക് സെറോക്സ് കോപ്പി എടുത്ത് വെക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ OMRൽ ആൻസർ മാർക്ക് ചെയ്യുന്നതും കൂടി അങ്ങ് പ്രാക്ടീസ് ചെയ്ത് പോവുക. കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആദ്യമായിട്ട് നീറ്റ് എക്സാം എഴുതാൻ പോകുന്നവരാണ്. അപ്പോൾ നിങ്ങൾ GIB എക്സാമിൽ എഴുതുമ്പോഴായിരിക്കും നിങ്ങൾ OMR ഒക്കെ ആദ്യമായിട്ട് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മളിപ്പോഴേ പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ്. ഈ OMR നീറ്റ് ആൻസർ ഷീറ്റ് OMR ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഇമേജസ് കിട്ടും. അതൊന്ന് പ്രിൻ്റ് ഔട്ട് എടുക്കുക, സെറോക്സ് എടുത്ത് വെക്കുക, അതൊരു കുറേ കോപ്പീസ് എടുത്ത് വെക്കുക. വീട്ടിൽ ഓരോ പ്രാവശ്യവും നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുമ്പോൾ ഈ OMRലും കൂടി ആൻസർ മാർക്ക് ചെയ്ത് പോകാം. അപ്പോൾ അത് നിങ്ങൾക്ക് തന്നെ കുറച്ചുകൂടി കോൺഫിഡൻസ് തരും. അടുത്ത ഗ്രേറ്റ് ഇൻ ബാറ്റിൽ എക്സാം, മോക്ക് എക്സാം എഴുതാൻ പോകുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഫില്ല് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അത് കഴിഞ്ഞൊരു 11:30 ആകുമ്പോഴേക്കും നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് നമ്മളൊരു ലിസ്റ്റ് ഉണ്ടാക്കും. നെക്സ്റ്റ് ഡേ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഏതൊക്കെ ടോപ്പിക്കാണ് സെൽഫ് സ്റ്റഡി ടൈമിൽ, മിസ് ഈ പറഞ്ഞ സ്റ്റഡീസിലോട്ട് നമ്മുടെ സെൽഫ് സ്റ്റഡി ടൈമാണ്. ആ ടൈമിൽ എന്തൊക്കെയാണ് പഠിക്കാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെക്കുക. എന്നിട്ട് തലേന്ന് നമ്മളൊരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഞാൻ എന്തൊക്കെയാണ് ഇന്ന് ചെയ്യണമെന്ന് ഉദ്ദേശിച്ചത് അതെല്ലാം ചെയ്തിട്ടുണ്ടോ എന്നൊന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. ഉറങ്ങുക. രാവിലെ നിങ്ങൾ ചിലപ്പോൾ 6 മണിക്ക് എണീക്കും, 6:30 എണീക്കും. ചിലർക്ക് സ്കൂളിലേക്ക് ഒരുപാട് ട്രാവലിംഗ് ടൈം ഉണ്ടാക്കും. പക്ഷെ രാവിലെ ഒരു 1.5 hour സ്ലോട്ട് മാക്സിമം നിങ്ങൾ പുൾ ഔട്ട് ചെയ്യാൻ നോക്കുക. ഇപ്പം നിങ്ങൾ 6 മണിക്ക് എണീക്കുന്നവരാണെങ്കിൽ ഒരു 6:30 മുതൽ ഒരു 8 മണി വരെയുള്ള ഒരു ടൈം, ഓക്കെ, 6:30 മുതൽ 8 മണി വരെയുള്ള ഒരു ടൈമിൽ നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ചിട്ട്, ചിലർക്ക് ഒത്തിരി നേരത്തെ സ്കൂളിലേക്കൊക്കെ പുറപ്പെടേണ്ട വരും, അങ്ങനെയുള്ളവർക്ക് അത്രയും സമയം കിട്ടില്ല. ഹൗ മച്ച് എവർ മിനിമം ഒരു 1 hour ഒരു മോർണിംഗിൽ നിങ്ങൾ പുൾ ഔട്ട് ചെയ്യാൻ നോക്കുക. ഈ മോർണിംഗ് ടൈമിൽ നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് നിങ്ങൾക്ക് അന്ന് സ്കൂൾ വർക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ട്, സ്കൂളിലെ ഹോം വർക്കോ എന്തെങ്കിലും അസൈൻമെൻറ്റിൻ്റെ വർക്കോ പ്രൊജക്റ്റ് വർക്കോ സ്കൂളിലെ എക്സാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ടെസ്റ്റുകൾ, ചെറിയ ടെസ്റ്റുകൾ. ഓണം എക്സാം ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് വൈകുന്നേര സമയത്ത് തന്നെ പഠിക്കാം, കാരണം നിങ്ങൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ്. പക്ഷേ അല്ലാതെ നിങ്ങൾക്ക് ചെറിയ ടെസ്റ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ക്ലാസ് ടെസ്റ്റോ ഒക്കെ ആണെങ്കിൽ അത് നിങ്ങൾക്ക് മോർണിംഗ് ടൈമിൽ പഠിക്കാം. ക്ലാസ് ടെസ്റ്റിൻ്റെ പ്രിപ്പറേഷൻ, ഹോം വർക്ക്, അസൈൻമെൻറ്റ് വർക്ക്, റെക്കോർഡ് വർക്ക്, എന്തെങ്കിലും സ്കൂൾ വർക്ക് പെൻഡിങ് ഉണ്ടെങ്കിൽ അത് മോർണിംഗിൽ ചെയ്യുന്നതാണ് നല്ലത്. ഇനി അന്നത്തെ ദിവസം നിങ്ങൾ കുറച്ച് ഫ്രീ ആണ്, നിങ്ങൾക്ക് മോർണിംഗിൽ വേറെ സ്കൂൾ വർക്ക് ഒന്നും ഇല്ലെങ്കിൽ യു ക്യാൻ വാച്ച് ദ പേൾ വീഡിയോസ്. അന്ന് നിങ്ങൾക്ക് ഏത് ക്ലാസ് ആണോ നീറ്റ് ക്ലാസ് നടക്കുന്നത് അതിൻ്റെ പേൾ വീഡിയോ, അത് സ്കൂൾ വർക്ക് ഉള്ള ദിവസം റെക്കോർഡ് എഴുതുകയാണെങ്കിൽ അതിൻ്റെ കൂടെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പേൾ വീഡിയോ നിങ്ങൾ കേട്ട് നോക്കുക. ബിക്കോസ് പേൾ വീഡിയോ കണ്ട് ലൈവ് ക്ലാസ്സിലേക്ക് പോകുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആവുക. പിന്നെ പേൾ വീഡിയോ നിങ്ങൾ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്ക് ലൈവ് ക്ലാസ് കണ്ട് മനസ്സിലായില്ലെങ്കിൽ അതൊന്നും കൂടി കേട്ട് ഉറപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് റെക്കോർഡഡ് വീഡിയോസ്, അതായത് പേൾ വീഡിയോസ് കാണും. ഓക്കെ,
അപ്പോൾ നമ്മൾ രാവിലത്തെ മോർണിംഗ് അവറിൽ നമ്മൾ സ്കൂൾ വർക്ക് ചെയ്യുന്നു, നമ്മൾ റെഡി ആവുന്നു. അതിനുശേഷം ഒരു 8 o'clock ആകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് റെഡിയായി നമ്മൾ സ്കൂളിലേക്ക് പോകുന്നു. പിന്നെ നമ്മൾ ഫുൾ ഡേ സ്കൂളിലാണ്. സ്കൂളിൽ എന്തെങ്കിലും സ്കൂൾ വർക്ക് എക്സ്ട്രാ കിട്ടുകയാണെങ്കിൽ നമ്മൾ അതൊന്ന് ചെയ്യുന്നു. സ്കൂളിൽ നിന്ന് ഒരു വർക്കും ഇല്ല, സ്കൂൾ വർക്ക് ഒന്നും ചെയ്യാനില്ല, എല്ലാം ഓക്കെയാണ്. ഫ്രീ ആണെങ്കിൽ ഇഫ് യു ഹാവ് ദ പ്രൊഫഷൻ, നിങ്ങൾ നമ്മുടെ സ്റ്റഡി മെറ്റീരിയലോ എക്സസൈസസ് എങ്കിലും കയ്യിൽ വെക്കുക. കാരണം സ്കൂളിൽ ഫോണൊന്നും അലൗഡ് ആയിരിക്കില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ആ എക്സസൈസ് വെച്ചിട്ട് ഫ്രീ ടൈം കിട്ടുകയാണെങ്കിൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവരും വിചാരിക്കും മിസ്സേ ഫ്രണ്ട്സൊക്കെ കളിയാക്കും, ഇവൻ ഇപ്പോഴേ നീറ്റിന് ജയിക്കും പഠിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഡസൻറ്റ് മാറ്റർ, ബിക്കോസ് നിങ്ങൾ എന്ത് ചെയ്താലും ഇല്ലെങ്കിലും പീപ്പിൾ വിൽ ഓൾവേസ് ഹാവ് സംതിങ് ടു സേ. അത് നമ്മൾ ബോദർ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഗോൾ എന്താണ്. നിങ്ങളൊരു സ്ലോ ലേണർ ആയിരിക്കാം, എല്ലാവരെയും പോലെ പെട്ടെന്ന് പഠിച്ച് പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള കഴിവില്ലാത്തവരായിരിക്കും. ചിലപ്പം ചില കുട്ടികൾ പറയും, മിസ്സേ എനിക്കൊരു വീഡിയോ കാണാൻ തന്നെ, കണ്ടു തീർക്കാൻ തന്നെ മണിക്കൂറുകൾ എടുക്കും, അപ്പോൾ ഞാൻ എങ്ങനെയാണ് അത് പഠിച്ച് മനസ്സിലാക്കുക? അപ്പോൾ ചിലർക്ക് അത് ബുദ്ധിമുട്ടുള്ളവരായിരിക്കും. അങ്ങനെയുള്ളവർക്ക് വായിക്കില്ല, റീഡിംഗ് ആയിരിക്കും അവരെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഹെൽപ്ഫുൾ ആയിട്ടുള്ളത് അത് ഐഡന്റിഫൈ ചെയ്യുക. NCERT ബുക്ക് നിങ്ങൾക്ക് എപ്പോഴും കയ്യിൽ വെക്കാമല്ലോ, സമയം കിട്ടുമ്പോൾ അതും വായിച്ചു നോക്കുക. അപ്പം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം. ഞാൻ ഇന്ന് വൈകിട്ട് പോയിട്ട് ഇതാണ് എനിക്കിന്ന് ക്ലാസ് ഉള്ളത്, അപ്പോൾ ഞാൻ അതിന് പ്രിപ്പറേഷനായിട്ട് ഞാൻ NCERT വായിക്കുന്നുണ്ട് ഫ്രീ ടൈമിൽ, അല്ലെ പേൾ വീഡിയോസ് കാണുന്നുണ്ട്. വാട്ട് എവർ യു വാണ്ട് യു ക്യാൻ ഡു, ബട്ട് മേക്ക് ഷുവർ യു ഡു സംതിങ്. ഒന്നും ചെയ്യാണ്ട് ഐഡിയൽ ആയിട്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ക്ലാസ്സസ് പെൻഡിങ് ആയി പോകുന്നത്. പിന്നെ നമ്മൾ വീക്കെൻഡ്സിലേക്ക് വരുമ്പോൾ സാറ്റർഡേ സൺഡേ സ്കൂൾ ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് അത് ഏറ്റവും എഫക്റ്റീവായിട്ട് പെൻഡിങ് ടോപ്പിക്സ് കവർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് തന്നെ ഒരു പ്ലാൻ ഇടാം. ഈ മാസത്തിൽ, ഇപ്പം ഓഗസ്റ്റ് മാസത്തിലെ ആദ്യത്തെ വീക്കെൻഡിൽ ഞാൻ പഠിക്കാൻ പോകുന്നത് ഫിസിക്സിൻ്റെ ബാക്ക്ലോഗ്സ് ആണ്, രണ്ടാമത്തെ വീക്കെൻഡിൽ കെമിസ്ട്രീൻ്റെ ബാക്ക്ലോഗ്സ് ആണ്, മൂന്നാമത്തെ വീക്കെൻഡിൽ ബയോളജിയുടെ ബാക്ക്ലോഗ്സ് ആണ്. അങ്ങനെ പെൻഡിങ് ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോസ് കണ്ടും എങ്ങനെ പഠിക്കണം എന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. വീഡിയോ ആദ്യം കാണാം, ഓക്കെ, ലൈവ് വീഡിയോയോ റെക്കോർഡഡ് വീഡിയോ നിങ്ങൾക്ക് കാണാം. ലൈവ് മിസ്സായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോയും ആപ്പിലുണ്ടാവും. ആ ചാപ്റ്ററിൻ്റെ വീഡിയോ കാണുക, അതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. ക്വസ്റ്റ്യൻസ് സ്റ്റഡി മെറ്റീരിയൽ ഉണ്ടാവും, ചെയ്ത് നോക്കുക. NCERT വായിക്കുക. ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ചെയ്താൽ തന്നെ നിങ്ങളുടെ ഒരുവിധം. അപ്പോൾ നിങ്ങൾ പറയും, മിസ്സേ സ്കൂളിലെ വർക്ക് അപ്പം എക്സാംസ് വരില്ലേ, ഇനിയിപ്പോൾ ഓണം എക്സാം ഒക്കെ വരില്ലേ, അപ്പോൾ സ്കൂളിലെ പ്രിപ്പറേഷൻ എന്താവും? സ്കൂളിലെ എക്സാമിന് മാർക്ക് കിട്ടുമോ? ഡെഫിനറ്റ്ലി കിട്ടും. കാരണം നമ്മുടെ ബാച്ചസിലെ ക്ലാസ്സസും നിങ്ങളുടെ സ്കൂളിലെ ചാപ്റ്റേഴ്സും ഓൾമോസ്റ്റ് സെയിം ലൈനിലാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ക്ലാസ്സസ് കണ്ട് ടോപ്പിക്സ് നല്ല വൃത്തിയായിട്ട് മനസ്സിലാക്കിയാൽ സ്കൂൾ എക്സാമിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എഴുതാൻ പറ്റും. കൂടാതെ നമ്മുടെ ബാച്ചസിൽ ഓരോ ക്ലാസ് കഴിഞ്ഞിട്ട് ഞങ്ങൾ നിങ്ങളെ ബോർഡ് എക്സാമിൽ, പബ്ലിക് എക്സാമിൽ വരുന്ന ക്വസ്റ്റ്യൻസും കാണിക്കുന്നുണ്ട്, ചെയ്യിപ്പിക്കുന്നുണ്ട്. പ്ലസ് എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ബാച്ചിൻ്റെ ഫീച്ചേഴ്സ് ആണ്. അപ്പം സ്കൂൾ ഗോയിങ് ആയിട്ടുള്ള മക്കൾക്ക് ഇപ്പോൾ ഒരു ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എങ്ങനെ ഒരു ദിവസം സ്പെൻഡ് ചെയ്യണം, എങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ടൈമിനെ ഡിവൈഡ് ചെയ്യണം, എങ്ങനെ സ്റ്റഡി സ്ലോട്ട്സ് ചെയ്യണം എന്നുള്ളത്. എത്ര നിങ്ങൾ ക്ലാസ് കണ്ടാലും നിങ്ങൾക്കായിട്ടൊരു സെൽഫ് സ്റ്റഡി ടൈം ഉണ്ടാവണം. ലൈവ് ക്ലാസ് ഞാൻ കണ്ടു, ഓക്കെ ഞാൻ പഠിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞ് പോയി കിടന്ന് ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പഠനം ഒരിക്കലും പ്രൊഡക്റ്റീവ് ആവില്ല. നമ്മൾക്ക് അതിൽ നിന്ന് റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മൾ സെൽഫായിട്ട് നമ്മൾ ക്ലാസ് കണ്ട് കഴിഞ്ഞ് നമ്മളുടേതായ രീതിയിൽ ആ ടോപ്പിക്കിനെ ഒന്ന് റിവൈസ് ചെയ്യണം, ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കണം, NCERT വായിക്കണം, എന്നിട്ട് വേണം നമ്മൾ അടുത്ത ദിവസത്തേക്ക് പോകാൻ. സോ ഐ ഹോപ്പ് ദിസ് സ്റ്റഡി പ്ലാൻ വാസ് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ കമൻസിൽ അറിയിക്കുക. ഗുഡ് ലക്ക്.